നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എഞ്ചിനിൽ വരുന്ന മോഡലാണ്. നമുക്കിത് വരുമ്പോഴത്തേനും 68,000 രൂപയുടെയാണ് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ്സ് വരുന്നത്. i20യിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് 58,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് i20ക്ക് ഈ മാർച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ക്രെറ്റയിലേക്ക് നമുക്ക് പെട്രോൾ എഞ്ചിൻസിനാണ് നമുക്ക് നിലവിൽ ഓഫേഴ്സ് വരുന്നത്. 55,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ് നമ്മുടെ ക്രെറ്റയ്ക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ മാർച്ച് മാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹന കമ്പനികളും നിരവധി ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മോട്ടിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ്. അപ്പോൾ ഹുണ്ടായുടെ ഓഫീസ് എത്രയാണ് നമുക്ക് മാർച്ച് മാസം വരുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഗോകുലാണ്. ഗോകുലെ വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം, എങ്ങനെയാണോ വരുന്നത് എന്ന് പറഞ്ഞുതരാമോ? പറയാലോ, ഉറപ്പായിട്ടും. നമുക്ക് നിലവിലെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് നമുക്ക് എൻട്രി ലെവൽ മോഡലാണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് വരുന്നത്. 1.2 ലിറ്റർ കാപ്പ എഞ്ചിനിൽ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന മോഡലാണ്. അതായത് നമ്മുടെ ഈ സെഗ്മെന്റിൽ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരേ ഒരു മോഡലാണ് നമ്മുടെ നിയോസ്. നിയോസിന് നമുക്ക് നിലവിൽ ബേസ് മോഡൽ 6,57,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 68,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് നിയോസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എൻട്രി ലെവൽ വാഹനമാണ് നമ്മുടെ നിയോസ് എന്ന് പറഞ്ഞാൽ. അതെ, എൻട്രി ലെവൽ ആണ് എന്ന് കരുതി നമുക്ക് ഒരിക്കലും ഒരു കുറച്ച് കാണാൻ പറ്റുന്ന വണ്ടിയല്ല. കാരണം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളതും 4 സിലിണ്ടർ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് 4 സിലിണ്ടർ എഞ്ചിൻ. ബാക്കി എല്ലാ മോഡൽസ് നമുക്ക് 3 സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് നിലവിൽ 4 സിലിണ്ടർ ആയിട്ടുള്ള ഏക മോഡൽ നമ്മുടെ നിയോസ് ആണ്. നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിൽ വരുന്ന ഓറ എന്ന വെഹിക്കിളാണ്. ഓറ നമുക്ക് നോക്കുമ്പോഴത്തേനും സെയിം നമ്മൾ ന്യൂസിൽ കണ്ട പോലെ തന്നെ 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എഞ്ചിനിൽ വരുന്ന മോഡലാണ്. ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ വെച്ചാൽ നമുക്കിത് CNGയിലും അല്ലാതെ നമുക്ക് വാഹനം ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ടാക്സി സെഗ്മെൻറ്റ് പ്രൈം SD എന്നൊരു മോഡലും കൂടെ വരുന്നുണ്ട്. ഓറയിലേക്ക് വരുന്ന നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് 10,000 രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റും അതുപോലെ പ്രൈം സെഗ്മെൻറ്റ് അതായത് നമ്മുടെ ടാക്സി സെഗ്മെൻറ്റിൻ്റെ പ്രൈം SD എന്ന് പറഞ്ഞ മോഡലിന് 5,000 രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റുമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രീമിയം ഹാഷ്ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ് നമ്മുടെ i20 നമ്മൾ പറയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരിയേറെ പ്രിഫർ ചെയ്യുന്നൊരു മോഡലാണ് നമുക്ക് i20 വരുന്നത്. നമുക്ക് സെയിം 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനിലും അതുപോലെ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലും നമുക്ക് വാഹനം ലഭിക്കുന്നുണ്ട്. നമുക്ക് i20യിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് 58,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് i20ക്ക് ഈ മാർച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ക്രെറ്റയാണ് അടുത്ത മോഡൽ വരുന്നത്. നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസിലാണ് നമ്മുടെ ക്രെറ്റ അവൈലബിൾ ആയിട്ടുള്ളത്. 2 പെട്രോൾ എഞ്ചിനും അതുപോലെ ഒരു ഡീസൽ എഞ്ചിനും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് അതുപോലെ തന്നെ 1.5 ലിറ്റർ ടെർബോ പെട്രോൾ അതുപോലെ തന്നെ 1.5 ലിറ്റർ CIDA ഡീസൽ എഞ്ചിൻ, ഈ 3 എഞ്ചിൻ ഓപ്ഷൻസാണ് നമുക്ക് ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ക്രെറ്റയിലേക്ക് നമുക്ക് പെട്രോൾ എഞ്ചിൻസിനാണ് നമുക്ക് നിലവിൽ ഓഫേഴ്സ് വരുന്നത്. 55,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ് നമ്മുടെ ക്രെറ്റയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നൊരു മോഡലാണ് ക്രെറ്റ. നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡാണ് ഇന്നത്തെ ഒരു ട്രെൻഡാണ് നമ്മുടെ ഒരു SUV എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതും ഏറ്റവും കൂടുതൽ ജനത്തിൻ്റെ ആകർഷകത നേടിയ ഒരു മോഡലും കൂടെയാണ് നമ്മുടെ ക്രെറ്റ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ക്രെറ്റയുടെ തന്നെ ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക്കിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും 2 ടൈപ്പ് ബാറ്ററി പാക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 42 കിലോ വാട്ടിൻ്റെയും അതുപോലെ തന്നെ 51.2 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി പാക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്രെറ്റയിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും 80,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ മാസം ക്രെറ്റയ്ക്ക് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ എൻട്രി ലെവൽ SUV ആയിട്ടുള്ള നമുക്ക് എക്സ്റ്റർ ആണ് വരുന്നത്. എക്സ്റ്റർ നമുക്ക് നോക്കുമ്പോഴത്തേനും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു മോഡലുമാണ് നമുക്ക് എക്സ്റ്റർ. അധികം എല്ലാവരെയും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡലും കൂടെയാണ്. നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് വരുമ്പോഴത്തേനും 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പയാണ് വരുന്നത്. അതുപോലെ നമുക്ക് CNG വേർഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് i10 അതുപോലെ തന്നെ ഓറ എക്സ്റ്റർ ഇതിലെല്ലാത്തിലും നമുക്ക് CNG വെർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. എക്സ്റ്ററിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും 43,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ്സ് ആണ് നിലവിൽ ഹുണ്ടായി നൽകിയിരിക്കുന്നത്. ഗോകുൽ, അപ്പോൾ നമ്മൾ ഓഫീസിന്റെ കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗോകുലിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഓൺ റോഡ് പ്രൈസ് പറയാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാലോ, ഒരു ഹുണ്ടായുടെ വാഹനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് സെഗ്മെന്റ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൈസ് പറയാൻ നോക്കി എല്ലാത്തിനും പ്രൈസ് ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗോകുലിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് പ്രൈസ് എന്നല്ലാട്ടോ, നമുക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലോ ഹുണ്ടായുടെ ഏത് വാഹനങ്ങളാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗോകുൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നമുക്ക് ലോണിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൈലബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, എത്ര വർഷത്തേക്കാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമുക്ക് ലോണിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 5 വർഷത്തെയും 7 വർഷത്തെയും സ്കീമാണ് ലോണിൽ വരുന്നത്. അത് നമുക്ക് കസ്റ്റമറുടെ നീഡ് എങ്ങനെയാണ്, 5 ഇയർ ആണെങ്കിൽ 5 ഇയർ, 7 ഇയർ ആണെങ്കിൽ 7 ഇയർ, അതിനകത്ത് നമുക്ക് 85 to 95% വരെ നമുക്ക് ഓൺ റോഡ് ഫണ്ടിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ
കസ്റ്റമറുടെ നീഡും പ്രൊഫൈലും അനുസരിച്ച് ബാങ്കുകളിൽ നമ്മുടെ നമുക്ക് ഇവിടെ തന്നെ ഫിനാൻസ് ടീം വരുന്നുണ്ട്. ഫിനാൻസ് ടീം നമുക്ക് അതിന് വേണ്ട ഫുൾ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരും. അതുപോലെ നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ലോൺ ഡെവലപ്പ് വാഹനങ്ങൾക്ക് നല്ല സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാ മോഡൽസും എല്ലാ വേരിയൻസും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് സ്റ്റോക്ക് എടുത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് 25 മോഡൽസിൽ ഏതെങ്കിലും വാഹനങ്ങൾ കിടപ്പുന്നുണ്ടോ? എങ്ങനെയാണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 25 സ്റ്റോക്ക് നമുക്കുണ്ട്. അത് കസ്റ്റമർ ഇപ്പൊ 25 ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് നമുക്ക് നിലവിൽ 26-നേക്കാട്ടും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറിൽ നമുക്ക് 25 മോഡൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അതുപോലെ തന്നെ അതിന് അത്യാവശ്യം ഓഫേഴ്സും കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും ഈ 25 മോഡൽസിൽ നമ്മൾ യൂസർ കാറൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെനിഫിറ്റ് ആണുള്ള സമയമാണ്. കാരണം വെച്ചാൽ ഈ 25 മോഡൽസ് അതായത് നമുക്ക് ധൈര്യമായിട്ട് വാഹനം എടുക്കുകയും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോണിന്റെ കാര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു പുതിയ വാഹനം എങ്ങനെയാണ് ഷോറൂമിൽ നടക്കുന്ന ആ രീതിയിൽ ഇറക്കാനായിട്ട് സാധിക്കും. അതും നല്ലൊരു ഓഫറോട് കൂടി അല്ലേ? അതാണ് ഏറ്റവും വലുത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ബ്രോനെ കോൺടാക്ട് ചെയ്യാം. അപ്പം 1-2 കുറച്ച് വാഹനങ്ങൾ അങ്ങനെ സ്റ്റോക്ക് ഉള്ളൂ അല്ലേ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് വരുന്നത്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വെഹിക്കിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായിട്ട് വിട്ടുവരുത്. ബ്രോ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ ജസ്റ്റ് പറഞ്ഞേക്കാം. നമ്മുടെ ഷോറൂം വരുന്നത് മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ പെരുമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ജിയോ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ ഷോറൂം വരുന്നത്. സർവീസും നമുക്ക് സർവീസും സെയിൽസും സ്പെയറും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.